നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വേദപാഠ ക്ലാസ്സുകൾ ഈ വർഷത്തെ ആരംഭിക്കുന്ന ദിവസം. ഇന്ന് പ്രത്യേകമായി ബലിയിൽ പങ്കെടുക്കുവാനായിട്ടുള്ളത് കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളുമാണ്. ഇന്ന് ബലിയിൽ പ്രത്യേകമായി ഈ കുഞ്ഞുങ്ങളെയും നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ, ഈശോയുടെ തിരുഹൃദയത്തിന് ഇണങ്ങിയ രീതിയിൽ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ മാതാപിതാക്കൾക്കും സഭയ്ക്കും സമൂഹത്തിനുമെല്ലാം നല്ല മക്കളായി, അനുസരണയുള്ള മക്കളായി, വിധേയത്വമുള്ള മക്കളായി, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാനായിട്ട് പ്രത്യേകം ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ കാറ്റക്കിസം ഇനാഗുറേഷന്റെ ഈ ദിവസം പ്രത്യേകമായി ഇന്ന് ഈ ദൈവത്തിരുസന്നിധിയിൽ ദൈവത്തിന്
മാതാപിതാക്കളെല്ലാം വാക്കുകൊടുക്കാം. എൻ്റെ കുഞ്ഞുങ്ങളുടെ പരിശീലനത്തിന്, അവരെ വിശ്വാസത്തിൽ ദൈവത്തോട് ചേർത്ത് വളർത്തുന്നതിന് അപ്പനും അമ്മയും എന്ന നിലയിൽ എനിക്കുള്ള ഉത്തരവാദിത്വത്തെ ഞാൻ ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ നിർവഹിക്കും. അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും, എല്ലാ നിർദ്ദേശങ്ങളും ഞാനത് പിന്തുടരും. അതിനെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ അറിയുന്നതിനുള്ള ഒരവസരവും ഞാനായി നഷ്ടപ്പെടുത്തുകയില്ല എന്ന് ഈ ബലിയിൽ നമുക്ക് തമ്പുരാനോട് വാഗ്ദാനം ചെയ്യാം. ഇന്ന് കുഞ്ഞുങ്ങളും കാറ്റഗിസം ടീച്ചേഴ്സും അവര് കാഴ്ചവെപ്പ് പ്രദർശനം ഇപ്പോൾ നടത്തിയല്ലേ. മാതാപിതാക്കൾക്ക് ദൈവത്തിന് കാഴ്ചവെക്കാനുള്ളതാണ് ഈ ഒരു തീരുമാനമായിരിക്കട്ടെ. എൻ്റെ കുഞ്ഞുങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഞാനായിട്ട് ഒരവസരവും നഷ്ടപ്പെടുത്തില്ല, ഒരു ചാൻസുകളും ഞാൻ പാഴാക്കില്ല എന്ന് പ്രത്യേകമായി തമ്പുരാന്റെ സന്നിധിയിൽ ഇന്ന് ഈ ബലിയിൽ നമുക്ക് കാഴ്ച സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കാഴ്ച സമർപ്പണത്തിന് നമ്മുടെ ഒരുപാട് അധ്വാനം ആവശ്യമുണ്ട്, ഒരുപാട് നമ്മുടെ വ്യക്തിപരമായ ഒരു താല്പര്യങ്ങൾ ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങളുടെ മതപഠന കാര്യത്തിന്, വേദപാഠത്തിന് അവർക്കുള്ള അവസരം നഷ്ടപ്പെടുത്താതിരിക്കുന്ന കൃത്യസമയത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് മാതാപിതാക്കൾ പള്ളിയിൽ വരണം അല്ലേ. അവർക്ക് കാറ്റഗിസ്റ്റിനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് പള്ളിയിൽ വരണം. അവർക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു ചെറിയ അവസരം പോലും പാഴാക്കരുത്. കുഞ്ഞുങ്ങളെ ഏറ്റവും കാറ്റഗിസ് അധ്യാപകരുടെയും വൈദികരുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ പാലിക്കുവാനായിട്ട് പ്രേരിപ്പിക്കണം. അങ്ങനെ എല്ലാ വിധത്തിലും മാതാപിതാക്കൾക്ക് അടുത്ത ഉത്തരവാദിത്തങ്ങൾ സ്നേഹപൂർവ്വം നിർവഹിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും ശക്തരാക്കട്ടെ. നമുക്ക് പ്രത്യേകമായി കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ ആരെങ്കിലും പുറകിൽ നിൽപ്പുണ്ടെങ്കിൽ എല്ലാവരും കയറി വന്ന് ബോട്ട് കയറ്റി വിട്ടു. പേരൻസിന്റെ കൂടെ ആരെയും കുഞ്ഞുങ്ങൾ നിർത്തണ്ട, ബോട്ട് കയറ്റി. കാറ്റഗിസം കുട്ടികളെല്ലാം മുമ്പോട്ട് പോരും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ തിരുനാൾ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. ചിലരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊഴിയാം തിരുമുൻപാകെ അണച്ചിടാം. ദൈവം കരുതേലത്തരുതി മഹിമകത്തേ നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും ആട്ടിൻവറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് ഒഴിക്കുന്ന കലവും അനുഗ്രഹിക്കും. But some of the branches were broken off, and you, a white olive shoot, were cracked
to share the rich fruit of the olive tree. Do not boast over branches. If you do boast, remember that it is not you that boasts, remember. Support the root, but the root that supports you. You will say, branches were broken off, so that I might be grafted in. That is true. They were broken off because of the unbelief. But you stand only through faith. So do not become proud, but stand in awe. For if God did not spare the natural branches, നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവേ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരി ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവോ അവൻ ഏത് ഫലം പുറപ്പെടുവിക്കുന്നു. നിന്റെ കൃപയാൽ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ എന്നും ഞങ്ങളുടെ ഇടവകയെയും വികാരിയച്ഛനെയും സന്യസ്തരെയും ഇവിടുത്തെ മതപഠന മേഖലയെയും സത്യവിശ്വാസത്തിൽ അടിമറിച്ച് നിന്നുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്തിക്കൊണ്ടു വരുവാൻ ഓരോ മാതാപിതാക്കളെയും സഹായിക്കണമെന്നും കർത്താവെ അങ്ങയുടെ അനന്തമായ സ്നേഹവും കരുതലും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശു വിരവോടും രക്ഷിച്ചു സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ ഭഗവാനിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ.
ശരീരം ഭക്ഷിക്കും എന്റെ പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ഞാൻ നിശ്ചയമായി വിധിയിൽ വീഴാത്തവനെ ഞാൻ അന്തിമ ദിവസം ഉയർത്തിക്കും നിത്യാസവനീകും ഞാൻ ദൈവം നാഥനരുളി ചെയ്തു. പോലി നീ ബലിയിൽ പങ്കാളിക്കണം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാഗ്രഹത്തിൽ നിന്നും നമ്മുടെ ജീവിത പാതകളിൽ ദാനങ്ങൾ നൽകിയനുഗ്രഹമാരുളട്ടെ ദൈവം കരുണയോടെ നിന്നും. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയേഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം നിറച്ചുയട്ടെ കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായിത്തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എന്നേക്കും. കൃത്യസമയത്ത് 7 മണിക്ക് മുമ്പ് നമുക്ക് പതിവായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വലിയ പരിശ്രമം ആവശ്യമുണ്ട്. നിങ്ങളുടെ വലിയൊരു സഹനം തന്നെ ആവശ്യമുണ്ട്. കാരണം എല്ലാ ദിവസവും ജോലിയുടെ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ് ആകെ ആഴ്ചയിൽ ഒരേ ഒരു ദിവസം നിങ്ങൾക്ക് അല്പനേരം കൂടുതൽ വിശ്രമിക്കാനൊക്കെ കിട്ടുന്ന ദിവസമാണ്. അന്നുപോലും ഈ ഒരു വലിയ ഉത്തരവാദിത്ത പ്രതി നിങ്ങളത് ഏറ്റെടുക്കുന്ന ഈ സഹനത്തെ ദൈവം വിലമതിക്കും. അതിന് തക്ക പ്രതിഫലവും നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കൃത്യസമയത്ത് കാറ്റക്കിസം ക്ലാസ്സിൽ എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നേരത്തെ വന്നാലാണ്, നിങ്ങൾക്കറിയാമല്ലോ, നേരത്തെ വന്നാലാണ് കുട്ടികളെ മുൻവശത്ത് നിർത്തി കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയുടെ ഏറ്റവും അടുത്ത് നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലായെങ്കിൽ മറ്റുള്ളവരെ പോലെ ഒരുപക്ഷെ നമ്മൾ മുതിർന്നവർ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടവരാണ്. നമുക്ക് ഒരുപക്ഷെ കുറച്ചുകൂടി നമ്മൾ ആരും ഇനി പറഞ്ഞു തന്നില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് സൺഡേയിൽ നമ്മൾ മാസ് ഒബ്ലിഗേഷൻ ഉണ്ട്, അത് പോകേണ്ടതാണെന്നുള്ള ഒരു ആഴമായ ബോധ്യം നമുക്കുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശോയുടെ ഏറ്റവും അടുത്ത് നിർത്താനായിട്ട് ഇന്ന് സമയത്ത് വരണം. കുഞ്ഞുങ്ങളെ ആരും നിങ്ങളുടെ ഒപ്പം നിർത്തേണ്ടതില്ല. വർഷത്തെ വിശ്വാസ പരിശീലന ക്ലാസുകൾ
ഇന്ന് ഇവിടെ ആരംഭിക്കുമ്പോൾ നമ്മെ ഔദ്യോഗികമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലാഡസ്റായി ലിറ്റിൽ ഫ്ലവർ സൺഡേ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് എല്ലാവർക്കും നമസ്കാരം. 2024-25 വർഷത്തെ വിശ്വാസ പരിശീലനം ലാഡോസറായി ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഇടവകയിൽ ഇന്ന് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ആത്മീയ പിതാവായി ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട ജോമി അച്ഛനെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ വർഷം ഒരു ബ്രദർ എന്നെ ചേർന്നിട്ടുണ്ട്, ബ്രദർ ആശിഷ് CSK. ഞാൻ അറിഞ്ഞതനുസരിച്ച് ഈ ഒരു വർഷം കാറ്റഗിസം പഠിപ്പിക്കാനായിട്ടും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ബ്രദർ നമ്മുടെ കൂടെ ഉണ്ടെന്നാണ്. ബ്രദറിനെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആത്മീയമായിട്ട് കുഞ്ഞുമക്കളെ ശ്രദ്ധിക്കുവാനും നമ്മുടെ കാറ്റഗിസം ക്ലാസ്സുകളിലും കൊയറിലും എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുവാനായിട്ട് നമ്മുടെ 3 സിസ്റ്റേഴ്സും നമ്മുടെ കൂടെയുണ്ട്. മദർ സിസ്റ്റർ ഗ്രേസിലി, സിസ്റ്റർ വന്ദന ആൻഡ് സിസ്റ്റർ ഡൈനേഷ്. എല്ലാവരെയും ഞാൻ പ്രത്യേക സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശ്വാസ പരിശീലനം ആരംഭിക്കുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നാണ്. നമ്മൾ മാതാപിതാക്കളാണ് ആദ്യമായിട്ട് ഈശോയെ പറഞ്ഞു കൊടുക്കുന്നതും കുരിശു വരയ്ക്കാൻ പഠിപ്പിക്കുന്നതുമൊക്കെ. നമ്മുടെ കടമകൾ അവിടെ കൊണ്ട് തീരുന്നില്ല. മക്കൾ കാറ്റഗിസത്തിന് പോയി സൺഡേ സ്കൂളിൽ പോയാലും നമ്മളത് തുടരണം. എല്ലാ മാതാപിതാക്കളെയും ഒത്തിരി സന്തോഷത്തോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാറ്റഗിസത്തിലെ എല്ലാ മാതാപിതാക്കളെയും എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. എല്ലാവർക്കും ഒത്തിരി നന്ദി, സ്വാഗതം. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ വിശിഷ്ടാതിഥികൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇപ്പോൾ പാസ് ഔട്ട് ആവുന്ന നമ്മുടെ 12th കുട്ടികളാണെന്ന്. ഒന്ന് എണീറ്റ് നിൽക്കാമോ? ഇപ്പോൾ പാസ് ഔട്ട് ആവുന്ന 12th കുട്ടികൾ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. 12 പേരുണ്ട്. 2 പേര് നാട്ടിലേക്ക് പോയിട്ടുണ്ട്, 3 പേര്. അപ്പൊ നിങ്ങൾ ഈ 12 വർഷം പഠിച്ച വിശ്വാസത്തിന്റെ തീക്ഷ്ണത ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുണ്ടാകണം. നിങ്ങളെ കാത്തിരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ജപമാല അർപ്പിച്ച് കാത്തിരിക്കുന്ന പേരൻസ്, പപ്പയും അമ്മയും വീട്ടിലുണ്ടെന്ന് ഓർക്കണം. നിങ്ങൾ എവിടെ പോയാലും അവരുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. അപ്പം ഞാൻ ഇന്ന് ഷോക്കാണ്. നമ്മുടെ 10 കൽപ്പനകൾ, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടായിരിക്കരുത്. ഈ കൽപ്പനകളെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം മക്കളെ. നിങ്ങൾ എവിടെ പോയാലും, പഠിക്കാൻ ദൂരെ പോയാലും ഒക്കെ നമ്മുടെ ഈശോയുടെ കൂടെ ജീവിച്ചുകൊണ്ട് ഈശോയ്ക്ക് സമർപ്പിച്ച് നന്നായിട്ട് പഠിക്കാൻ വേണ്ട എല്ലാ വിജയവും ആശംസിക്കുന്നു. 12th എല്ലാ കുട്ടികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ കുഞ്ഞുമക്കളെയാണ്. നല്ല കുട്ടികളാണ്. കൈകൂപ്പി കുർബാനയ്ക്ക് കൂടുന്നു, പാട്ട് പാടുന്നു. എന്ത് ചൂടായിരുന്നു. പിള്ളേർക്ക് ഇവിടെ ഒരു ഫാൻ പോലും ഇല്ലായിരുന്നു. എല്ലാവരും വീശി കുർബാനയ്ക്ക് കൂടി. മക്കളെ നിങ്ങൾക്കെല്ലാം നമുക്ക് നല്ലൊരു അക്കാഡമിക്കൽ ആശംസിക്കുകയാണ്. നന്നായിട്ട് കാറ്റഗിസം പഠിക്കണം, ഈശോയെ കൂടെ കൊണ്ടുവരണം. മക്കൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിനി ഇനാഗ്രേഷൻ സ്പീച്ചിനായിട്ട് സിസ്റ്റർ വന്ദനയെ ക്ഷണിക്കുന്നു. നിങ്ങളൊക്കെ സിസ്റ്റർ വന്ദനയുടെ ക്ലാസ് ആദ്യം കുറെ സീനിയേഴ്സ് പിള്ളേരൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി വീട്ടിലൊക്കെ പോയിട്ട് യൂട്യൂബിലൊക്കെ നോക്കാം, നല്ല തീപ്പൊരി പ്രസംഗങ്ങളൊക്കെ കേൾക്കാം. സിസ്റ്റർ വന്ദന പ്ലീസ് കം. ശ്രദ്ധിയായിരിക്കട്ടെ. കുറച്ച് ചോദ്യങ്ങൾ മാത്രം, കാരണം വളരെ പ്രധാനപ്പെട്ടത് എന്നും എവിടെയും റെലവന്റ് ആയിട്ട് എനിക്ക് തോന്നിയ ചില ചോദ്യങ്ങളെ കുറിച്ച് മാത്രം ഇവിടെ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കുറെ കാലങ്ങൾക്ക് മുൻപ് എനിക്ക് തോന്നുന്നു ഞാൻ കുട്ടിയായിരുന്നപ്പോഴന്നും ഇന്നും ഒക്കെയും തുടർന്നുകൊണ്ടിരിക്കുന്ന, അതായത് കാറ്റഗിസം പഠിക്കുന്ന ഈ വേദപാഠ പരിശീലനം ഫോർമേഷൻ പൊടി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കുട്ടികളെ ഫോഴ്സ് ചെയ്ത് വിടുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന വിടുമ്പോൾ നമ്മുടെ മനസ്സിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഈ സെഷനിലെ ഈ ഹാഫ് ആൻ അവറിനിടയ്ക്ക് പറഞ്ഞു പോയേക്കാം. ഇല്ലെങ്കിൽ we will continue if you are interested later. So these are the questions. Normally our kids, നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒന്ന്, why faith formation?
എന്തിനാണ് വിശ്വാസ പരിശീലനം? രണ്ടാമത്തേത് ഈസ് ദി കാറ്റഗിസം ഇസ് മസ്റ്റ്. ഈ വേദപാഠ പരിശീലനം ഫെയ്ത്ത് ഫോർമേഷൻ എന്നുള്ളത് മസ്റ്റ് ആണോ? മൂന്നാമത്തെ ചോദ്യം അവർ ചോദിക്കുന്നതാണ് why should I believe in God? ഞാൻ എന്തിന് ദൈവത്തിൽ വിശ്വസിക്കണം? Why do others are worrying about my life? എന്തിനാണ് നിങ്ങൾ എന്നെ കുറിച്ച് ഇത്രമാത്രം എന്താ പറയുക ടെൻഷൻ അടിക്കുന്നത്? Does God really exist? ദൈവം യഥാർത്ഥത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? അടുത്ത ചോദ്യം ഇതാണ് what's wrong with the other religion? മറ്റുള്ള മതങ്ങളിൽ അല്ലെ നമ്മളിങ്ങനെ മറ്റുള്ളവരെ കല്യാണം കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റു മതങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. what's wrong with the other religion? ഇനി അടുത്ത ചോദ്യമാണ് what's problem of evil? എന്ന് പറഞ്ഞാല് ദൈവം തന്നെ അല്ലെ നന്മ തന്നെയായ ദൈവമാണ് പ്രപഞ്ചത്തെയും എല്ലാ നന്മകളെയും സൃഷ്ടിച്ചത്. അങ്ങനെയെങ്കിൽ എവിടെ നിന്നാണ് തിന്മ, പാപം? ഇത് എവിടെ നിന്നാണ്? ഇനി ഒരു വേറൊരു പ്രധാനപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ചില ക്വസ്റ്റ്യൻസ് ആണ്. വേറൊരു ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ, ഭൂമിയിൽ ഇത്രയധികം അവസരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, എന്നിട്ട് നമ്മൾ കേൾക്കുന്ന വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ കേൾക്കുന്ന ഒരു ചോദ്യമാണ് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്താല് നമുക്ക് സ്വർഗം കിട്ടില്ല, നരകത്തിൽ പോകും. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത്ര മനോഹരമായ ജീവിതത്തില് ഇതൊന്നും നമ്മളിങ്ങനെ ആസ്വദിക്കാൻ പറ്റാതെ, ഉപയോഗിക്കാൻ പറ്റാതെ, ജീവിക്കാൻ പറ്റാതെ നമ്മൾ കാത്തു വെച്ചിരിക്കുന്ന സ്വർഗം എന്ത്? അങ്ങനെയൊന്നും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെന്ത്? ഇങ്ങനെ ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? തലയെന്നാക്കിക്കോ, കുഴപ്പമില്ല. ഉണ്ടോ? ഉണ്ട്. സ്ത്രീ ആദ്യം ആണെങ്കിൽ ഒരു 5-6 മാസം കെട്ടിയോന്ന്, ദെൻ അതും കഴിഞ്ഞു. പിന്നെ മക്കളാ. ഇന്ന് രാവിലെ ഫുഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഇവിടേക്ക് അമ്മമാര് പറയും ദോശ ഉണ്ടാക്കുന്ന വിചാരിച്ചു, പക്ഷെ കൊച്ചു വീട്ടില്ല, അത് ദോശ കഴിക്കാത്ത വീട്ടില്ല അല്ലേ. പിന്നെ എന്താ കറിയെന്ന് ചോദിച്ചിട്ട് അവർ പറയും എന്റെ മോള് ചിക്കൻ മാത്രമേ കഴിക്കുകയുള്ളൂ, ചേട്ടനത് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും അവളെ പ്രതി ഇങ്ങനെ നമ്മുടെ മുഴുവൻ പ്രയോറിറ്റീസും ഈ മക്കളെന്നുള്ള ചിന്തകളില്ല. എന്നിട്ട് ഇത് നമുക്ക് തരുന്ന സങ്കടമാണ്. ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ലൈഫിൽ മാത്രമല്ല തുടർന്നുള്ള കാലഘട്ടത്തിൽ എല്ലാ തലങ്ങളിലും അവരുടെ ഫിസിക്കൽ ഫോർമേഷൻ മാത്രമല്ല, ഫീഡിങ് മാത്രമല്ല, ഇവരുടെ വളർച്ചയ്ക്കനുസരിച്ച് എത്രത്തോളം അവരുടെ ബൗദ്ധിക വളർച്ചയെയും ആത്മീയ വളർച്ചയെയും രൂപപ്പെടുത്താൻ മാതാപിതാക്കളെ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ആത്മപരിശോധന നല്ലതാണ്. കാരണം എനിക്കറിയാം ഇന്ന് കുട്ടികളോട് 12ാം ക്ലാസ് കഴിഞ്ഞു പോയ കുട്ടികളോടും ബേസിക് ഫെയ്ത്തിനെ കുറിച്ച്, ഫെയ്ത്ത് ഫോർമേഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ വലിയ പിടിപാടൊന്നുമില്ല. ഈ കഴിഞ്ഞ വർഷം 12ലെ കുട്ടികളുടെ പിതാവിന്റെ കൂടുതൽ സെഷൻ ഉണ്ടായിരുന്നു. അപ്പം ഒരു അധ്യാപകൻ, ഒരു പ്രധാന അധ്യാപകൻ ഈ ഹരിതബോധ കൈസിൽ എന്നോട് പറഞ്ഞതാണ്, 12 വർഷം വേദപാഠം കഴിഞ്ഞ് ഇറങ്ങിപ്പോയ കൊച്ചിന് പിതാവ് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് 12 years കാലികസമായിട്ട് നിങ്ങൾ എന്ത് നേടിയെന്ന് ചോദിച്ചപ്പം കുട്ടി പറഞ്ഞത്രേ actually how wasted 12 years of my life. പ്രായത്തിലുള്ള ഫോർമേഷൻ അത് ഫുഡ് മാത്രമല്ല, അവരുടെ ഫിസിക്കൽ നീഡ്സ് മാത്രമല്ല, സ്പിരിച്വൽ നീഡ്സ്. കുഞ്ഞെ ഇത് ഈശോ ആണ് എന്ന് വളരെ ചെറുപ്പത്തിൽ, അതായത് കുഞ്ഞു ശരിക്കും അമ്മയുടെ ഉള്ളില് ഫീഡ് ചെയ്യുമ്പോഴൊക്കെ അമ്മയുടെ മുലപ്പാലിനോടൊപ്പം പകർന്നു കൊടുക്കേണ്ട ദൈവസ്നേഹത്തിന്റെ ആഴം എത്രത്തോളം പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ല അതിനു വേണ്ടിയാണ് ഫെയ്ത്ത് ഫോർമേഷൻ. ഇനി മറ്റൊരു അവസാനത്തെ തരമായിട്ട് ഒറ്റ കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയാണ് ദ റോൾ ഓഫ് ദി പേരൻസ് എന്ന് പറയുന്നത്. എത്ര സാക്രമെന്റ്സ് നമ്മളെ എന്റെ കഴിഞ്ഞ വർഷത്തെ 9ാം ക്ലാസ്സിലെ പിള്ളേരോട് ഞാൻ ചോദിച്ചപ്പോൾ അവര് 17 വരെ ഞാൻ പറഞ്ഞു ഇല്ല, ഇവിടെ ഇങ്ങനെ മെഴുക്കി തറ താറുന്നുണ്ട്. അതിൽ ഞാൻ ഒരിക്കലും അമ്മച്ചിയോട് പറഞ്ഞതിൽ അവിടെ എന്നെ പിറ്റേ ദിവസം വന്ന് ഖരാബോ ചെയ്തു. എന്തിനും മമ്മിയോട് ഇത് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ പ്രോത്സാഹിപ്പിച്ചാൽ 25 വരെയുള്ള പറഞ്ഞു ഞാൻ സാക്രമെന്റ്സ് 25. അപ്പൊ ഞാൻ ഇത് ഏതൊക്കെയാന്ന് ചോദിച്ചപ്പം എന്റെ പിള്ളേർ പറഞ്ഞതാണ് റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്, റിസം ഓഫ് ക്രൈസ്റ്റ്, റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ബർത്ത് ഓഫ് ക്രൈസ്റ്റിനെ കുറെ പറഞ്ഞു. കൂതാശ. അപ്പൊ അമ്മമാർക്ക് എവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് മനസ്സിലായിട്ടുണ്ട് 7 കൂതാശ കേൾക്കാം സാറല്ല. ഓക്കെ, 7 കൂതാശകളാണുള്ളത്. ഈ 7 കൂതാശകളെ 3 തരംതിരിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്ന് എന്റെ 9ാം ക്ലാസ്സിലെ പിള്ളേര് പറ അവിടെ ഇരിക്കുന്നത് അല്ലേ? അവിടെ ഇരിക്കുന്നുണ്ട്. മോള് തന്നെ പറ ഏതാണ് പ്രാരംഭ കൂതാശ? എത്ര എണ്ണം ഉണ്ട്? ഇനീസിയേഷൻ, സാക്രമെന്റ്സ് ഓഫ് ഇനീസിയേഷൻ എല്ലാ ക്ലാസ്സിലെ പിള്ളേരാണേ. ബാപ്റ്റിസം, കൺഫർമേഷൻ ആൻഡ് ഹോളി യൂക്കറിസ്റ്റ്. കൃത്യമായിട്ട് പറഞ്ഞു മെടുക്കി. ഓക്കെ, ഈ 3 കുദാശകളാണ് പ്രാരംഭ കുദാശകള്. ഇനി സാക്രമെന്റ്സ് ഓഫ് ഹീലിംഗ് രണ്ടാമത്തെ തരമാണ്. നൽക യെസ് ഹീലിംഗ്. ഇനി എന്റെ ജോബിനെ പോയോ? യെസ് പറഞ്ഞു. സാക്രമെന്റ്സ് ഓഫ് ഹീലിംഗ് ഇതൊക്കെ ഞാൻ വേറെ പഠിപ്പിച്ചത്. ഇവർ ഇത്ര പറയുമല്ലോ.
അമേലിന്റെ കൺഫെഷൻ ഉത്തരം പറഞ്ഞേ. ഓക്കെ, ഇനി സാക്രമെന്റ്സ് ഓഫ് ഏതാ മൂന്നാമത്തെ തലം? മൂന്നാമത്തെ തലം സാക്രമെന്റ്സ് ഓഫ് മൂന്നാമത്തെ തലമാണ് സാക്രമെന്റ്സ് ഓഫ് ക്രിസ്ത്യൻ ലീഡർഷിപ്പ്. അപ്പൊ നിങ്ങൾക്കൊരു വിചാരമുണ്ട്, ഓക്കെ, പള്ളിയിലെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അച്ഛന്മാരും സിസ്റ്റർമാരും പിന്നെ ഈ അധ്യാപകരും കൂടെ നടത്തുന്നത്. വെരി സോറി, സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സാക്രമെന്റ്സ് ഓഫ് ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് കൂദാശയാണ്. ഒന്ന് ഹോളി ഓർഡർ, വിശുദ്ധ കുർബാന, തിരുപ്പട്ടം. രണ്ട് സാക്രമെന്റ്സ് ഓഫ് മാട്രിമണി. അതുകൊണ്ട് ജനറൽ ഡയറക്ടറി ഓഫ് ദി കാറ്റഗിസം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ത്രൂ ദ മാരേജ്, ത്രൂ ദ സാക്രമെന്റ് ഓഫ് മാരേജ്, parents have become the agents of the catechesis. മാതാപിതാക്കള് വിവാഹം എന്ന കുദാശയിലൂടെ വിശ്വാസ പരിശീലകരായി മാറുക എന്നുള്ളതാണ് ആദ്യത്തെ നിങ്ങളുടെ ദൗത്യം. അല്ലെ, നമ്മളിങ്ങനെ ഉണ്ടിലേര് കൂട്ടും, ഉടുത്തിലേര് ഉടുപ്പിക്കും, അല്ലെ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തില് ഹിഡനായി പിടികൂടി കിടപ്പുണ്ട്. കുഞ്ഞുങ്ങളെ വിശ്വാസ പരിശീലനത്തിൽ നടത്തുക എന്നുള്ളത് അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരും ചെയ്യൂല. ഞങ്ങൾ സ്കൂളിൽ കുട്ടികൾക്ക് കാറ്റഗിസം ഉണ്ട്. അപ്പൊ ടീച്ചറിനോട് ഞാൻ പറയാറുണ്ട് പ്രേയേഴ്സ് ഒക്കെ പഠിപ്പിക്കണം. ടീച്ചർ ഒരു ദിവസം കുട്ടികളെ അവർ ഫാദർ പ്രേയേഴ്സ് ഒക്കെ പഠിപ്പിച്ച് അവർ ഫാദർ ചെല്ലിച്ച് ക്രീഡ് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തൻ അപ്പോഴും ഇങ്ങനെ പറയാം. അപ്പൊ കുറെ നേരം ഈ തുടങ്ങിയിട്ട് അപ്പൊ ടീച്ചർ ചോദിച്ചു, ഇതുവരെ നിങ്ങൾ വര കഴിഞ്ഞില്ല, കൃഷി ദൂരം തീർന്നില്ലേ? അപ്പൊ അവൻ പറഞ്ഞു, ഞങ്ങളുടെ പപ്പ മാത്തമ്മ കൃഷിന്റെയാ, ഞങ്ങളുടെ വീട്ടിൽ മാത്തമ്മ കൃഷിന്റെയാ. അതായത് അത് കർഷകരുടെ വലിയ പാടാണല്ലോ, കുറെ ഉണ്ടല്ലോ അവിടെയൊക്കെ. കൊച്ചിലെല്ലാം വരയാണ് തപ്പിക്കൊരു മനുഷ്യനെ തേടിയിറങ്ങുന്ന ദൈവമുള്ള ഒരു മതമാണ്, ഒരു ക്രൈസ്തവ കൂട്ടായ്മയാണ് നമ്മുടേത്. ദിസ് വാട്ട് ദ ഡിഫറൻസ്. ദൈവം കൂടെ വസിക്കണം. ഇതൊന്നും നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് അടുത്തിരുത്തി, മടിയിലിരുത്തി, ഒക്കത്തിരുത്തി, ചേർത്തിരുത്തി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയെങ്കിൽ നിങ്ങളുടെ ഒരു കുഞ്ഞും അവരുടെ ജീവിതങ്ങളിൽ ഇടവഴിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവസാനിപ്പിക്കില്ല. അവര് വേറെ ആരുടെയും ജീവിതത്തെ കളങ്കപ്പെടുത്തില്ലെങ്കിൽ കണ്ണീര് കുടിപ്പിക്കും. ബഹുമാനപ്പെട്ട മദർ സിസ്റ്റർ ഗ്രേസി, ഈ വർഷം വിശ്വാസ പരിശീലന വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന കുട്ടികളുടെ പ്രതിനിധിയും പാരന്റ്ഷിപ്പ് പ്രതിനിധിയും എന്നിവരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
പരിശീലന പ്രക്രിയയിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളോടൊപ്പം നിങ്ങളെ സഹായിക്കാൻ അധ്യാപകരായ ഞങ്ങളുടെ സമയവും അറിവും കഴിവും ഇതാണ് ഇവിടെ സമർപ്പിക്കാൻ സന്നദ്ധരാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന നിമിഷമാണ്. എല്ലാ അധ്യാപകരും മുന്നോട്ട് വന്ന് പ്രതിജ്ഞ ചെയ്യുന്നതിന് നമുക്കറിയാമല്ലോ, നമ്മുടെ വിശ്വാസ പരിശീലനം ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഏരിയ കൂടിയാണ്. കത്തോലിക്ക സഭയുടെ സത്യവിശ്വാസം മാത്രമാണ് ഇവരെ പഠിപ്പിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ചുള്ള ബോധ്യത്തോടുകൂടി ഇവര് അൾത്താരയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഈ സമയം വിശ്വാസപൂർവ്വം പ്രതിജ്ഞയെടുത്ത് തങ്ങളുടെ ഈ സമർപ്പണത്തെ ദൈവതിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. നമുക്ക് ഈ ഒരു സമർപ്പണത്തിന് ഇവരുടെ എല്ലാവർക്കും പിന്തുണ കൊടുക്കാം. എല്ലാവരും ആശംസകൾ നേടാം. എല്ലാവരും തിരികളെ കത്തിച്ചു പിടിക്കുക. തിരികൾ കത്തിച്ചതിന് ശേഷം എല്ലാവരും അൾത്താരയിലേക്ക് തിരിഞ്ഞ് നിൽക്കുക. പ്രതിജ്ഞ തുടങ്ങിത്തരുന്നതിന് ശേഷം തുറന്നു വരുന്ന ഭാഗം നിങ്ങൾ ചെയ്യുക. Almighty God, the Father, I will adhere to the teachings of the Church, and I will teach catechism with the honesty and responsibility to our children given unto my care. I promise that I will fulfill this duty sincerely by leading an exemplary life with the fidelity to God, the Word of God, and to the traditions of the Church. May the Blessed Virgin Mary, Saint Joseph, and Saint Charles Borromeo, the patron of the catechism teachers, help me in this sacred duty. Amen. നിങ്ങൾ എല്ലാവരുടെയും ഈ സമർപ്പണത്തെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ഓൾ ദി ബെസ്റ്റ്. ഈ വർഷം മതബോധന വിഭാഗം വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ച് പഠിക്കുവാനും ധ്യാനിക്കുവാനും വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ട് ബലിയാകുവാനും ബലിയേകുവാനും എന്ന ആപ്തവാക്യം മുതൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. വിശുദ്ധ കുർബാന ക്രൈസ്തവ ജനത്തിന്റെ കേന്ദ്രബിന്ദുവാണെന്ന യാഥാർത്ഥ്യം എന്നും ഉറപ്പുന്നതായി ഈ ലോകം ഇവിടെ ഇന്ന് പ്രകാശിപ്പിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ജോണിയച്ചനെയും നിങ്ങളെല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഈ വർഷത്തെ കാറ്റക്കിസത്തിന്റെ തീം ബലിയാകുവാനും ബലിയേകുവാനും എന്ന തീം ലോഗോ നിങ്ങളെല്ലാവരുടെയും അനുഭവത്തോടെ ഇപ്പോൾ ആശംസിക്കുന്നു. ഇനി കഴിഞ്ഞ 2023-24 അക്കാഡമിക് ഇയറിലെ പ്രധാനപ്പെട്ട സമ്മാന ദാനങ്ങളുടെ നിമിഷങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ 15 വർഷങ്ങൾ തുടർച്ചയായി നമ്മുടെ അതിരൂപതയിൽ വേദപാഠം പഠിപ്പിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരെയും ആദരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. ഭഗവത്സാൽ നമ്മുടെ ഡാനസറായ ഇടവകയിലെ മിസ്റ്റർ തോമസ് സെബാസ്റ്റ്യൻ സാർ കഴിഞ്ഞ 15 വർഷങ്ങൾ ഇടമുറിയാതെ ഒരു ദിവസവും വിടാതെ പഠിപ്പിച്ചു എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. സാറിന്റെ ഡെഡിക്കേഷനെ അനുസരിച്ചുകൊണ്ട് ആദരിക്കുന്നതിന് വേണ്ടി ഈ നിമിഷം നമ്മൾ വിനിയോഗിക്കുന്നു. സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സാറിന്റെ
സമ്മാനം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാലയത്തിനെയും സ്നേഹപൂർവ്വം കുട്ടികൾക്ക് ഒരു മാതൃകയാണ് സാറിന് പഠിപ്പിക്കുന്നതോടൊപ്പം പഠനം പൂർത്തിയാക്കി തിയോളജി കംപ്ലീറ്റ് ചെയ്ത സാറിന് ഡയറക്ടറായ ഇടവേളയിലെ ഓരോ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ബഹുമാനപ്പെട്ട വിദ്യാലയത്തിന്റെയും അധ്യാപകരുടെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നൽകുന്നത്. എറണാകുളം കാക്കനാട് കാറ്റഗിസം സർട്ടിഫിക്കറ്റിൽ നടത്തിയ സാക്രമെന്റ്സ് ആൻഡ് സാക്രമെന്റൽ സ്പോർട്സ് കംപ്ലീറ്റ് ചെയ്ത ഏതാനും ടീച്ചേഴ്സ് നമ്മുടെ ഈ ലാഡോസ് സറായി സെൻട്രൽ സ്കൂളിലുണ്ട്. അവർക്ക് ഈ ഇടവകയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഈ നിൽക്കുന്നത്. അവരുടെ പേരുകൾ പ്രധാനമായിട്ടും സിസ്റ്റർ ജോളി ജോസ് എന്ന സമ്മായി, സിസ്റ്ററോട് ഇല്ലാത്തതിനാൽ മദറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ സിസ്റ്റർ ബിൻസി ജോഷി, ഷിജിമോൾ റെക്സ്, മിസ്റ്റർ ഷിജോമോൾ റെക്സ്, ലാസ്റ്റ് നമ്മുടെ അഭിമാനം നമ്മുടെ HMS ജിസി തെരു. പ്രിയപ്പെട്ട നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. തുടർന്നും സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാൻ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷം ഡയസിസ് ലെവലിൽ നടത്തിയ വിവിധ സ്കോളർഷിപ്പ് പരീക്ഷയിൽ നമ്മുടെ ഇടവകയിൽ നിന്നും 6ാം ക്ലാസ്സിലെ 3rd പ്രൈസ് വാങ്ങിച്ചത് നമ്മുടെ ഈ ഇടവകയിലെ കുട്ടിയാണ് ക്രിസ്റ്റി ജിട്ടോ. ക്രിസ്റ്റിയെയും ഈ ലെവലിലേക്ക് വിളിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ക്രിസ്റ്റിക്ക് ഹൃദയമായ അഭിനന്ദനങ്ങളെ അഭ്യസിക്കുന്നു. അഡ്വക്കേറ്റ് ജോൺ തോമസ് ഫൗണ്ടേഷൻ കമ്മിറ്റിയുടെ അമ്മച്ചിയുടെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നമ്മുടെ ഇടവകയിൽ നിന്നും കാറ്റഗിസത്തിൽ ഏറ്റവും അധികം കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന 10-12 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തിയിരിക്കുന്ന ക്യാഷ് അവാർഡാണ് ഈ നിമിഷം നമ്മൾ വിതരണം ചെയ്തത്. ക്യാഷിന് അർഹരായിരിക്കുന്നവരുടെ പേരുകൾ ക്ഷണിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ജോൺ തോമസ് ആൻഡ് ഫാമിലിയുടെ ഡാഡിയുടെയും മമ്മിയുടെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നമ്മുടെ ഇടവകയിൽ നിന്ന് കാറ്റഗിസത്തിൽ 10ലും 12ലും പഠിക്കുന്ന ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചക്കാകുന്നേൽ KJ തോമസ് ആൻഡ് ജെയ്സമ്മ തോമസ്. മെമ്മോറിയൽ ക്യാഷ് അവാർഡ് ഗോസ് ടു 12th class കാതറിൻ ലിസ മാത്യു. Class 10 John Melvin Joseph. Thank you, Advocate John Thomas and Emily teacher. Thank you very much. 2023-24 വർഷത്തെ പഠനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്കുള്ള സമ്മാനത്തിന്റെ പേരുകൾ അനൗൺസ് ചെയ്യുന്നതിനായി സെക്രട്ടറി PC ജോസഫിനെ ക്ഷണിക്കുന്നു. പ്രൈസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് മദറിനെ ക്ഷണിക്കുന്നു. വർഷത്തിലെ അക്കാഡമിക് എക്സലൻസിനുള്ള സമ്മാനങ്ങളാണ് വിളിക്കുന്നത്. പേരനുസരിച്ച് വേഗം കുട്ടികൾ വന്ന് സമ്മാനം റിസീവ് ചെയ്യണമെന്ന് ഓർമ്മിക്കുന്നു. KG ക്ലാസ് ആരോൺ നിഷാൻ ഫസ്റ്റ് പ്രൈസ്, ക്രിസ് തോമസ് ആൻഡ് ഇവാൻ ജോർജ് സോണി സെക്കൻഡ് പ്രൈസ്. രണ്ടുപേരാണ്, ക്രിസ് തോമസ് ആൻഡ് ഇവാൻ ജോർജ് സോണി സെക്കൻഡ് പ്രൈസ്. Third prize, Abel Ribachan. Class 1, Austin Paul Ajit, first prize. Austin Paul Ajit, first prize. Second prize, Eleanor and Cyril and Aiden Gio Ans. രണ്ടുപേരാണ് സെക്കൻഡ് പ്രൈസ്, എലനോർ ആൻഡ് സിറിൽ, Aiden Gio Ans. തേർഡ് പ്രൈസും രണ്ടുപേർക്കാണ്, Aiden Evi Joseph and
Christina Rito. Aiden Eddie Joseph and Christina Rito. Class 2nd. Class 2nd, first prize goes to Brian Thomas. Second prize shared by 2 people, Evan Binoy and Jovia Philojosi. Second prize shared by 2 people, Evan Binoy and Jovia Philojosi. Third prize also shared by 2 people, Josie J. Josie and Ruben Gibbon. Josie J. Josie and Ruben Gibbon. അടുത്തത് തേർഡ് ക്ലാസ്സിലേക്കുള്ള സമ്മാനമാണ്. തേർഡ് ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ജോവിന മരിയ സജി ആൻഡ് ഏഡൻ പോൾ. രണ്ടുപേർക്കാണ് സമ്മാനം, ജോവിന മരിയ സജി ആൻഡ് ഏഡൻ പോൾ. Second prize goes to Salvin George. Third prize goes to Ivan Shan. Third prize goes to Ivan Shan. അടുത്തത് ക്ലാസ് 4-ലെ പ്രൈസ് ആണ്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അകാൻഷ ട്രീസ അജിത്. Class 4 Akansha Trisa Ajit and Anbi Sunny. രണ്ടുപേരാണ് ഷെയർ ചെയ്തിരിക്കുന്നത്, അകാൻഷ ട്രീസ അജിത് and Anbi Sunny. Second prize goes to Nessa Maria Jaymon. Third prize goes to Krista Jo Grace. Krista Jo Grace. Class 5, first prize goes to Alita Sebastian. Second prize goes to David Sujay John. Third prize shared by 2 people, Samuel Joseph and Jocelyn Mary J. Joseph. First prize Alita Sebastian, David Sujay John second, and third Samuel Joseph and Jocelyn Mary J. Joseph. Class 6, first prize goes to Alan Chaco. Second prize goes to Christy Brito. Third prize goes to Minna Rajoshi. Third prize goes to Minna Rajoshi. Class 7, first prize goes to Anne Maria Sunny. Second prize goes to Michelle Sunny, and third prize goes to Leona George. Third prize goes to Leona George. Class 8, first prize goes to Saya Arun. Second prize goes to Arun Matthew. Third prize goes to Christo Sudesh. Third prize goes to Christo Sudesh. Class 9, first prize goes to Giselle Sargent. Second prize goes to Maria Joshi. Angel Sebastian. Third prize goes to Diana Thomas. First prize Giselle Sargent, second Angel Sebastian, third Diana Thomas. Class 10, first prize goes to John Melvin Joseph.
Second prize goes to Maria Joshi. Third prize goes to Angel Maria Anil. First prize John Melvin Joseph, second prize Maria Joshi, and third prize Angel Maria Anil. Angel Maria ക്ക് വേണ്ടി അമ്മ പ്രൈസ് സ്വീകരിക്കുന്നു. Class 11, first prize goes to Mia Maria Sunny. Second prize Raisin Anil Jacob. Third prize Jenny J. Chalian. Third prize Jenny J. Chalian. Class 12, first prize goes to Catherine Lisa Matthew. Second prize, first prize goes to Catherine Lisa Matthew. Second prize shared by two people, Alvina Jomon and Anjana Viju. Anjana Viju. Third prize goes to Albert Benny. ഇത്രയുമാണ് അക്കാദമിക് എക്സലൻസിനുള്ള സമ്മാനങ്ങൾ. എൽസ മരിയ, ഇവ മരിയ, നെസ്സ മരിയ ജോയ്മോൻ. നെസ്സ മരിയ ജോയ്മോൻ. ക്ലാസ് 5 ജോസിൻ മേരി ജോസഫ്. Jocelyn Mary Joseph. Sarah Maria Verghese. Sarah Maria Verghese. ആറാം ക്ലാസ്സിന് പുള്ളത്തകൻ അലൻ ചാക്കോ. അമൽ ജോസ് തോമസ്. മരിയ റോസ് ലിജോ. ഇന്നാര ജോഷി. Class 7, Rania Vincent, Leona George. Class 8, Alvin PK, Joel George, Christo Sudesh, Alvin PK, Joel George, Christo Sudesh. Lena Lijo, Saya Aru. Class 9, Alan Joji, Angel Sebastian, Ivan Shindo, Elsita Ali, Jason Sargent, Joblin John. Joblin John. Class 10, Maria Joshi, Anena and Ajit, Angel Maria Anil, Evangeline Joseph, Anisha Manoj. Angel Maria Anil, Evangeline Joseph, Anisha Manoj. Class 11 full attendance ആരുമില്ലായിരുന്നു. Class 12 full attendance. Ebin Noble, Alvina Jomon, Anjana Viju. Ebin Noble, Alvina Jomon, Anjana Viju.
ഈസ്റ്ററിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ വർഷം 12ാം ക്ലാസ് പാസ്സായി കടന്നു പോകുന്ന കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റിന്റെ പേരുകൾ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ടീച്ചർ മിസ് ക്ലാറിന്റെ ക്ലാസ് ടീച്ചറായിരുന്ന മിസ്റ്റർ തോമസ് സെബാസ്റ്റ്യൻ സാൻഡേഴ്സിനെ പുറപ്പെടുവിക്കുന്നു. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അച്ഛനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2023-24 വർഷം സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന് വളരെ മനോഹരമായ ഒരു വർഷമായിരുന്നു. 12 കുട്ടികൾ ക്ലാസ്സിലുണ്ടായിരുന്നു. ആ 12 കുട്ടികളും ഒട്ടുമുക്കൽ ദിവസങ്ങളിലും ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാൻ തൽപരരായിരുന്നു. ആ ഫെയ്ത്ത് ഫോർമേഷൻ they showed a vast interest and it was amazing. So I would like to thank each and everyone, particularly their parents, their effort actually that really envisaged that put a wonderful and almost all the days they came and they put a wonderful performance. So I would like to call each one. Before that, if in case students are not present here, please either parents or siblings would able to come and collect the certificates. Aaron Joseph, if you are present or sibling present, please come. Can you come and receive the certificate? Kevin Noble, Albert Benny, Albert Benny, please kindly come forward and receive the certificate. Madam Vinci is standing here, please sign and go, so that we come to know that you have taken the certificate. Your register is here, please come, Albert, Albert, please come. That's a record, you please know. Alvina Joman, please come forward. Anjana Biju, Ashara Elizabeth Babu, Catherine Lisa Matthew, Elena Nissen, if you are here, please kindly come and receive our siblings. Kelvin P. Sajimon, Gio Babu, Sana Arun, thank you. നമ്മുടെ പരിപാടികൾ സമാപിക്കുകയാണ്. താങ്ക്സ് പറയുന്നതിനായിട്ട് ഗ്രാജുവേറ്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോമിയച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട പേരൻസ്, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഒരുപാട് സന്തോഷത്തിന്റെ ഒരു അവസരത്തിലാണ് നാം ഇന്ന് എല്ലാവരും ആയിരിക്കുന്നത്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ആ ഒരു തീമാണ് നാം ഇന്ന് എടുത്തിരിക്കുന്നത്. ഓരോ കുട്ടികളും ഈശോയോട് ചേർത്ത് വളർത്താനുള്ള ഒരു എഫർട്ടാണ് നമ്മൾ മതബോധന രംഗം നടത്തി വരുന്നത്. അതിനായി നമ്മൾ ചെയ്യുന്ന ശ്രമത്തോട് എല്ലാ പേരൻസും പൂർണ്ണമായും സഹകരിക്കും എന്ന പ്രത്യാശയോടെ ഞങ്ങൾ ആയിരിക്കുന്നു. ഇന്നത്തെ ഈ ഒക്കേഷനിൽ നന്ദി പറയുക എന്ന കർത്തവ്യമായാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ എല്ലാ എഫേർട്ടിനും ഞങ്ങളുടെ കൂടെ 2023-24 വർഷം ഉണ്ടായിരുന്ന ഫാദർ ജയിക്കിനെ ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുന്നു. ഒപ്പം തന്നെ പുതിയതായി ചാർജ് എടുത്തെങ്കിലും ഒരാഴ്ച ആയുള്ളൂ എങ്കിലും ബഹുമാനപ്പെട്ട ജോമി വാഴക്കാലയിൽ വെച്ച് ഞങ്ങളോടൊപ്പം ഒത്തിരി സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ സപ്പോർട്ടോടുകൂടി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അച്ഛനെ ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു.
അച്ഛന് ഞങ്ങൾ നന്ദി സമർപ്പിക്കുന്നു. രണ്ടാമതായി നന്ദി അറിയിക്കുന്നത്, ഇന്ന് നമുക്ക് ഒത്തിരി നല്ല ഒരു ക്ലാസ് എടുത്തു തന്ന ബഹുമാനപ്പെട്ട വന്ദന സിസ്റ്ററാണ്. സിസ്റ്റർ നമുക്ക് വളരെ ലളിതമായ രീതിയിൽ നല്ലൊരു ക്ലാസ് എടുത്തു തന്നു. സിസ്റ്ററിന് ഞാൻ കാറ്റഗിസം ടീമിന്റെ പേരിൽ ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കുന്നത് ബഹുമാനപ്പെട്ട പേരൻസ് തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായ ഒത്തിരി അധ്വാനങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഇടയിൽ ഈ ഒരു ഉച്ചവരെയുള്ള സമയം സൺഡേയിൽ ഞങ്ങൾക്കായി, നമ്മുടെ മക്കൾക്കായി ഇവിടെ ചെലവഴിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും താല്പര്യത്തോടെ വരുന്നുണ്ട്. എല്ലാ പേരൻസിനും ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് നന്നായി കുർബാനയിൽ നല്ലൊരു കൊയറായിരുന്നു. കൊയർ ഒത്തിരി നല്ല രീതിയിൽ അവരുടെ കുർബാന അർപ്പിക്കാനായിട്ട് നമുക്ക് അവസരം ഉണ്ടാക്കി തന്നു. അവരുടെ പാട്ടുകളെ നമ്മൾ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. അവർക്കും നമ്മുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അവസാനമായി നിങ്ങൾ ഓരോരുത്തരും മൺകുട്ടികളാണ് ഇന്നത്തെ ഹോസ്റ്റ്. നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.